പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും കുട്ടിയാണ്. എന്റെ മകനെ നീ ഇലയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവന് സിംഹത്തെ പോലെയും ചീയെ പോലെയും പതുങ്ങിക്കിടക്കുന്നു. പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവന് ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോലുവതായ വിട്ടുപോയില്ല. അതിന്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തന്റെ കഴുതിയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തന്റെ ഉടുപ്പ് ബീജിലും മേലയ്ക്ക് മുന്തിരിച്ചാറിലും കഴുകും. അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചുമന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തു വിരിക്കും. മാത്രമുള്ളവനായ ശിയാദുർദോഷിയുടെ പുസ്തകത്തിൽ നിന്നും മാറിക്കുമ്പോൾ കർത്താവിന്റെ ഭുജമേ ഉണരുക, ഉണർന്ന ശക്തി ധരിക്കുക. മുൻകാല തലമുറകളെ പൂർവ്വകാലങ്ങളിൽ പോലെ ഉണരുകയും രാഹാബിനെ വെട്ടിനുറുക്കിയതും മഹാസർപ്പത്തെ വെട്ടിപ്പിളർന്നതും അങ്ങല്ലേ. മധ്യകാലത്തിലെ ജലത്തെ വറ്റിച്ചത് അങ്ങല്ലേ. മോചിതർക്ക് കടന്നു പോകാൻ സമുദ്രത്തിന്റെ ആഴത്തിൽ പാത ഒരുക്കിയതും അങ്ങല്ലേ. കർത്താവ് വീണ്ടെടുത്തവർ സിയോനിലേക്ക് കാണാൻ അവർക്കോടെ തിരിച്ചു വരും. നിത്യമായ ആനന്ദം അവർ ചിരത്തിൽ ചൂടും. സന്തോഷവും ആഹ്ലാദവും അവരിൽ നിറയും. ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. മരണമുള്ള മനുഷ്യരെയും ഋണസദൃശ്യനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം? ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ ദൈവത്തെ നീ മറന്നു കളഞ്ഞു. നിന്നെ നശിപ്പിക്കാൻ വരുന്ന പീഡകന്റെ ക്രോധത്തെ കുറിച്ച് നീ നിരന്തരം ഭയപ്പെടുന്നതിന് നിന്റെ പീഡകന്റെ ക്രോധങ്ങളുടെ അടിമകൾ വേഗം മോചിതരാകും. അവർ മരിക്കുകയോ പാതാളത്തിൽ വീഴുകയില്ല. അവർക്ക് ആഹാരം തുടങ്ങുകയില്ല. സ്ഥിരമാലകൾ അലറും വിധം കടലിനെ ശോഭിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എന്റെ നാമം. ആകാശത്തെ വിരിക്കും, ഭൂമിന്റെ അടിസ്ഥാനം ഇട്ടും ഈ യോനോട് നീ എന്റെ ജനമാണ് എന്ന് പറഞ്ഞു. എന്റെ വചനം നിന്റെ അതിരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എന്റെ കരത്തിന്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. പാറിക്കുമോ? മഹത്വത്തിന്റെ കൊമ്പുകളോടുകൂടി ഞങ്ങൾ ഉച്ചത്തിൽ പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. പ്രകാരം പാവങ്ങൾ പാപപ്പെടും. അതിനാൽ
ഇതിന് വഴി പഠിപ്പിക്കും, പാപികളിലേക്ക് തിരികെയും ചെയ്യും. ശാന്തിയും ജാതികളുടെ പുത്രിക്ക് സമാധാന രക്ഷയുണ്ടാകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹം കരുണയും യാചിക്കണം. മനുഷ്യര യോഗ്യരായി തീരണമേ. ഉന്നതങ്ങളിൽ ശ്രോതന്മാർ പരിശുദ്ധ പാടി അവനെ സ്തുതിക്കുന്നു. സ്വഭാവത്തിൽ അവൻ ഉന്നതനും പ്രതാപശാലിയുമാകുന്നു. അവൻ വാഴ്ത്തപ്പെട്ടവൻ അനുഗ്രഹീതരുമെന്ന് ശ്രോതന്മാർ പരിപൂർണത്തോട് പറയുന്നു. ശിശുക്കളാകട്ടെ സന്തോഷത്തോടെ അവനെ മഹത്വപ്പെടുത്തുന്നു. മാലാഖമാസ്തുതികൾ ഉദ്ഘോഷിക്കുന്ന മഗ്നിയുള്ളവനായ അവനെ തിരുവിധ പ്രകാരം നിർമ്മല ശിശുക്കൾ സിയോൻ തിരുവുകളിൽ വാഴ്ത്തി
അവന്റെ പുറത്തോലവാഴ്ചൽ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നമ്മുടെ ആയുഷ്കാലങ്ങളും സ്തുതിയും ബഹുമാനവും ആരാധ്യം നിനക്ക് യോഗ്യമാകുന്നു. തന്റെ ബഹുമാന്യതയുടെ ശക്തി ശ്രേഷ്ഠവും തന്റെ വ്യാപാരത്തിന് ആഴം മഹത്വവുമായിരിക്കുന്നു. പ്രകൃതിയാവത്തുമനും തന്റെ മനുഷ്യ സ്നേഹം മൂലം കാരണവാനുമായ ദൈവം തന്റെ ബഹുമാനതയെ ആരാധിക്കുവാനായി സ്വന്തം സൃഷ്ടിയെ തിരികെ കൊണ്ടുവരുവാൻ സ്വർഗത്തിലേക്ക് വന്നു. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് മുമ്പ് തനിക്ക് ഭാഗമായ നിന്യമായ കഴുതിയെ ആവശ്യപ്പെട്ടു. ഇതൊക്കെ ശാന്തിയുള്ള വന്ദിനയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരും വിജാതികളുള്ള ജനവുമായി നമ്മെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ ദീർഘദർശികളിൽ പരിശുദ്ധ പെരുന്നാളിനെ വിശുദ്ധാത്മാവിച്ചു. ഇതാ നിന്റെ രാജാവ് വിനീതനായ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് കയറി നിങ്ങളിലേക്ക് വരുന്നു എന്ന സകലയാ ദീർഘദർശി ദൈവത്തിന്റെ വിശുദ്ധ സഭയായ സിംഹോനോട് വിശുദ്ധ ഓശാന പെരുന്നാളിനെ കുറിച്ച് മുൻപോട്ട് പ്രസംഗിച്ചു. യുവാക്കളുടെയും കുട്ടികളുടെയും മധുരങ്ങളിൽ നിന്ന് കർത്താവിന് സ്തുതി ഒരുക്കപ്പെട്ടുവെന്ന് ഈ വിശുദ്ധ ഓശാന പെരുന്നാളിനെ കുറിച്ച് ദൈവിക ദീർഘദർശിയായ ദാവീദ് മുൻകൂട്ടി പാടി. ജെറുസലേമേ ഉണരുക ഉണരുക, കർത്താവിന്റെ പുതുമയെ ബലധരിക്കുക എന്ന് ഈ വിശുദ്ധ ഓശാന പെരുന്നാളിനെ കുറിച്ച് ദീർഘദർശിമാർ മഹത്വമുള്ളവനായ യേശയ്യാ മുൻകൂട്ടി ഘോഷിച്ചു. ആകയാൽ മഹത്വങ്ങളെ ക്ഷണിച്ചു വെച്ചായ പെരുന്നാളിനെ ആഘോഷിച്ചുകൊണ്ട് ആദ്യകാലം സമയത്ത് ഞങ്ങൾ പറയുന്നു. തിരുത്തതായ ഓരോ ഭാഗത്തിലെയും അവസാനം പാപദാസത്തിൽ നിന്ന് ലോകത്തെ ഉദ്ധരിക്കുവാനും ഒന്ന് സ്വയം ഭൂവിനുള്ള സ്വയം ഭൂവിന് നാമത്തിൽ വന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നശിച്ചുകളായെ കുറിച്ച് പാടിയോ ആ ദാവീദിന്റെ പുത്രനും നാഥനുമായവന് പിശാചിന്റെ അഹങ്കാരത്തെ വിനയം കൊണ്ട് കീഴടക്കിയ പുണ്യവാനും ജേതാവുമായവന് പുണ്യമുള്ളതും വിശുദ്ധമായ പെരുന്നാളുകളാ തിരുസഭയെ സന്തോഷിപ്പിച്ച കാരണവാന് രക്ഷാകരമായ വ്യാപാരം മൂലം അജ്ഞാനകാലത്തെ ദൂരീകരിച്ച ഉത്തമനും ദയാലുമായവന് തിരുവിഷ്ടപ്രകാരം മനുഷ്യാവതാരത്തിനായി ഇറങ്ങി വന്നപ്പോഴും സകലത്തിലും ഉന്നതനായ ദൈവമെന്ന അവസ്ഥയിൽ നിന്ന് മാറാതിരുന്ന നീതിവാനും പുണ്യവാനുമായവന് പാപവീഴ്ചയിൽ നിന്ന് ഞങ്ങളുടെ വർഗത്തെ ഉദ്ധരിച്ച യഥാർത്ഥ രക്ഷാസുരമഗ്മായവന് രക്ഷണ വ്യാപാരത്താൽ ലോകത്തെ ഉദ്ധരിച്ച രക്ഷകന് തന്റെ ശ്രേഷ്ഠ ഉന്നതത്തിലേക്ക് ഞങ്ങളെ ഉയർത്തുവാൻ വേണ്ടി തിരുവിഷ്ടത്തോടെ ഇറങ്ങി വന്ന പിതാവിന്റെ പൂർണ്ണരൂപമായവന് ഞങ്ങളുടെ വംശത്തലവന്റെ കടം കരുണാപരസനം ശ്രമിച്ചവനും തെറ്റുകാരുടെ കുറ്റങ്ങൾ മോചിക്കുന്നവനുമായവന് ഞങ്ങളുടെ വിശ്വാസപരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശിശുക്കളിലും ബാലന്മാരുമുള്ള സ്തുതി നീ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ അതിരുകളിലുള്ള സ്തുതിയും സ്വീകരിക്കണമേ. പ്രധാനാചാര്യന്മാർ ജ്ഞാനവചനവും ആചാര്യന്മാർക്ക് ശോഭയും ക്ഷമാശന്മാർക്ക് ദൈവമല്യവും പുതിയമാർക്ക് പരിഭാവനയും സന്യാസികൾക്ക് സഹനശക്തിയും കൊടുക്കണമേ. ധനികർക്ക് മനുഷ്യ സ്നേഹവും ദരിദ്രർക്ക് പോഷണവും പള്ളികൾക്ക് പുകഴ്ചയും നേരാക്കൾ നിലനിൽക്കും. ഭരണാധികാരിമാർക്ക് സമാധാനവും ഭടന്മാർക്ക് അനുസരണവും പാപികൾക്ക് മോചനവും തെറ്റിപ്പോയവർക്ക് തിരിച്ചുവരും കോപിഷ്ടർക്ക് സൗഖ്യവും സകല വിശ്വാസികൾക്ക് നല്ല പ്രത്യാശയും പരേതർക്ക് പാപപരിഹാരവും നൽകണമേ. നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശ്രേഷ്ഠയുടെ മഹത്വത്തോടുകൂടി കുറ്റം കൂടാതെ നിൽക്കുവാനുള്ള ഒരു ഞങ്ങൾക്കും അവർക്കും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കം നൽകണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. ബാലകരോടായ വൃദ്ധന്മാരേ പോയിടുവിൻ, കല്ലുകളേന്തുവിനോ വരുവോരെതിരായി കല്ലുകട്ടേ ചെന്നു സൈറ്റിൻ മലയിൽ അവനെ കണ്ടപ്പോഴുടനെ ദൂരെയെറിഞ്ഞു കല്ലുകളോടിനിൻ ഇല്ലയുമാ സ്വാഗതമുന ചെയ്തു ധന്യം
ലോകത്തിന്റെ ശ്രേഷ്ഠതമായ കൃത്യമാതിന്റെ കരുണയുടെ ആത്മീയമത്വമായി തുറക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ നന്മാടനയിലേക്ക് സുഖദുഃഖമുയരുവാനിടയാക്കണമേ. സ്വർഗീയനും ഭൗതികനും രക്ഷാകരമായ പെരുന്നാൾ ആഘോഷിക്കുന്ന സകലരും ആഘാദിക്കുന്ന ഈ തിരുനാളിൽ ബലഹീനരും പാപികളുമായ ഞങ്ങൾ നിരക്കണിപ്പിച്ച ഈ ദൂരം സ്വീകരിക്കണമേ. ഇതിനാൽ ആദരപൂർവമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പൂർണ്ണമായ മറുപടി നൽകണമേ. കർത്താവേ, സത്യവിശ്വാസികളായ സകലരെയും കരുണയോട് കാത്തുകൊള്ളുകയും പാപികളോടും കുറ്റക്കാരോടും ക്ഷമിക്കുകയും ചെയ്യണമേ. വിശ്വാസികളായ പ്രജകളുടെ ആത്മാക്കളെ ഇതിനാൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിന്റെ പിതാവിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. വിശ്വാസരാഗത്തിനെതിരായി വാചാലത്തിലൂടെ സ്തുതിഗീതാലപിക്കുവാൻ ശിശുക്കളെ കഴിവുള്ളവരാക്കി തീർത്തവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
പോലെ പീഡിപ്പിക്കുകയും ശിശുക്കൾ ദൈവത്തെ പോലെ സ്തുതിക്കുകയും ചെയ്തവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശിശുക്കളുടെ പിഞ്ചുനാവുകളിൽ നിന്ന് പ്രകോപിച്ചതും പൂർണ്ണവുമായ സ്തുതി നിനക്ക് തയ്യാറാക്കിയവനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അഗ്നിമയന്മാരുടെ സേനകളാൽ ഭയത്തോടും പരിഭ്രമത്തോടും കൂടി വന്ദിക്കപ്പെടുന്നവനും ശിശുക്കളാലും ബാലന്മാരും പരമാർത്ഥതയോടെ സ്നേഹപൂർവ്വം സ്തുതിക്കപ്പെടുന്നവനുമായുള്ളവയെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവ്വലോകത്തിന്റെയും ശാന്തിക്കും സമാധാനത്തിനു വേണ്ടിയും പുണ്യവാന്മാരും ഭാഗ്യവാന്മാരുമായ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടിയും സാർവത്രിക സഭയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോറാന്മാർ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടി മലങ്കര കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷനാവുമാർ കാർദിനാൾ ബസേലിയോസ് ക്ലിമിയസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഭദ്രാസനത്തിന് മേൽപ്പെട്ട കന്യാപുന്മാർ യൂസഫേസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും പട്ടക്കാരും സന്യാസികളും വിശ്വാസികളുമായ എല്ലാവർക്കും വേണ്ടിയും സഭ മുഴുവനും വേണ്ടിയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സർവശുദ്ധന്മാരുടെ സ്മരണയ്ക്ക് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യവിശ്വാസികളായ പരേതയുടെ സ്മരണയ്ക്കും ആശ്വാസത്തിനും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ സദൃശ്യരാകണമേ. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ ഞങ്ങൾ സകല പാവങ്ങളിൽ നിന്നും സ്വതന്ത്രരായി നാശമില്ലാത്ത വസ്തുക്കളും സുഹൃതമാർന്ന മഹനീയാംഗികളും ധരിച്ച് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ മുഖപ്രവണതയോടെ നിന്നെ എതിരേൽക്കുവാനും യോഗ്യരായി തീരണമേ. ഞങ്ങൾ ശബ്ദമുയർത്തി 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് പറയുന്നു. സാധിപ്പിക്കുവാനും മുമ്പാകെ കരുണ കണ്ടെത്തുവാനും ഞങ്ങൾക്ക് ഇപ്പോഴും എല്ലാ സമയത്തും കൃപ നൽകണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ശ്രോഭ്യന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും സകല ആത്മീയ ഘടകവും നിന്റെ ദൈവത്വമാകുന്ന സജീവാഗ്നിയുടെ മുമ്പാകെ ധരിച്ചു വരയ്ക്കുന്നു. അവർ നിന്റെ ഔദത്തെ നിരന്തരം വാഴ്ചസ്തുതിക്കുന്നു. താഴെ ഭൂമിയിൽ ശിശുക്കളാലും ബാലന്മാരാലും യുവാക്കന്മാരാലും പരമാർത്ഥികളായ വിശുദ്ധ ശിഷ്യന്മാരാലും ഓശാനകളാൽ നിനക്ക് ദൈവിഷ്ടമായി ശക്തിയുള്ളതും കരുണ നിറഞ്ഞതുമായ നിന്റെ കൈ ഇപ്പോൾ നീട്ടി നിന്റെ ഇടവകയിലെ ആളുകളെ ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ കുരുത്തോലുകളെയും ഇവ വെട്ടപ്പെട്ട വൃക്ഷങ്ങളെയും വാഴ്ത്തണമേ. ഇവ വഹിക്കുന്നവർക്ക് അനുഗ്രഹത്തിന് കാരണമാകണമേ. ശിശുക്കളെ പോലെയും നിന്റെ ശിഷ്യന്മാരെ പോലെയും ഈ ലോകത്തിൽ നിന്നെ വാഴ്ത്തി സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. വരുവാനിരിക്കുന്ന ലോകത്തിൽ സൗഭാഗ്യകരവും മനസ്സിലുപൂർണമായ ജീവിതത്തിൽ വിശുദ്ധന്മാരുടെ ഗണത്തിൽ മഹത്വപൂർണ്ണവും ആന്തരികമായ കുരുത്തോലുകളോടുകൂടെ നിനക്കും നിയമകാകനും നിന്റെ പിതാവിനോടും ജീവനുള്ള പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേ, അനശ്വരവസ്ത്രങ്ങളാൽ ഞങ്ങളെ പ്രശോഭിതരാകുവാൻ മഹത്വപൂർണ്ണമായ ആന്തരിക കൊമ്പുകളോടെ സന്തോഷകരമായ പെരുന്നാൾ നിനക്ക് ആഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ സഭയും അവകാശവും ശരീരങ്ങൾ നമ്മുടെ ശിരസ്കരാഞ്ഞിരിക്കുന്നു. അങ്ങനെ ബഹുമാനികളുടെ ഭയങ്കര സിംഹാസനം ഭാവി ഈ ദാസ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് സങ്കടപൂർവ്വം അവരുടെ പാപങ്ങൾക്ക് നിന്റെ കരുണയോട് പരിഹാരം യാചിക്കുന്നു. മനുഷ്യ സ്നേഹിയായ കർത്താവേ, ഇവരെ വ്യർത്ഥമായി വിട്ടയക്കരുതേ. ഇവർക്ക് നിന്റെ ശ്രീഭണ്ഡാരം തുറന്നു കൊടുക്കണമേ. മഹനീയമായി പെരുന്നാൾ ദർശിക്കുവാൻ തക്കവണ്ണം സമൃദ്ധമായ നിന്റെ നൽവരങ്ങളാൽ ഇവരെ സന്തോഷിപ്പിക്കണമേ. ഓശാനകളാൽ നിന്നെ പോറ്റി കുട്ടികൾക്ക് ഇവർ സഖികളായി തീരണമേ.
ഞങ്ങൾ നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും സ്തോത്രവും അർപ്പിക്കും. മനുഷ്യാവതാര വ്യാപാരത്തെ പൂർണ്ണമായി ഞങ്ങളുടെ നിർവഹിച്ച ദൈവമായ കർത്താവേ, ഇപ്പോൾ തന്നെ മഹാകരുണയായ തിരുത്തോലകളെയും രൂപപ്പെട്ടപ്പെട്ട വൃക്ഷങ്ങളെയും കർത്താവായ സൃഷ്ടിച്ച സസ്യജാലങ്ങളെയും വാഴ്ത്തണമേ. ഈ കുരുത്തോലകൾ എടുക്കുന്നവർക്ക് അനുഗ്രഹത്തിനും സംരക്ഷണ പര്യാപ്തമായി തീരണമേ. ഈ ഭാഗത്തുമുള്ള തളിരുകളും ശുദ്ധിയുള്ള ഇലകളും മോശാലും നൂതന കുരുത്തോലകളുമായി തീരണമേ. ഞങ്ങളുടെ ദൈവമേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ അടുക്കലുള്ള നിന്റെ ആഗ്രഹവും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവേ, നിന്റെ കൃപയുടെ ആവാസത്താഞ്ഞങ്ങളെയും വയലുകളെയും സത്യാദികളെയും ഈ കുരുത്തോലുകളെയും ഞങ്ങളുടെ ജോലികളെയും വാഴ്ത്തണമേ. ഇവയെ ഭവനങ്ങളെ സംരക്ഷിക്കുവാനും സാത്താൻ ഓടിക്കുവാനും പരീക്ഷകളെ ദൂരീകരിക്കുവാനും ശക്തിയുള്ള വാഴ്വിന്റെ കുരുത്തോലകളാക്കി തീർക്കണമേ. യുദ്ധങ്ങളിൽ ആറാക്കുകയും ദുഷ്ടവിചാരങ്ങളെ നീക്കുകയും അപകടങ്ങൾ അകറ്റിക്കളയുകയും ചെയ്യട്ടെ. ഇവ വഹിക്കുന്ന നിന്റെ കരുണയും ദൈവം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ പെരുന്നാൾ വന്നുകൂടിയിരിക്കുന്ന നിന്റെ ജനത്തെ വാഴ്ത്തണമേ. നിന്റെ മണവറയെ പ്രവേശിക്കുവാൻ ഞങ്ങളെ യോഗ്യരായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നമ്മുടെ മുമ്പിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ കുരുത്തോലകൾ നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ നാമത്തിൽ വാഴ്ത്തി ശുദ്ധീകരിക്കപ്പെടുന്നു. നിന്റെ ശക്തമായ കരുത്താലും ബലമുള്ള ബുദ്ധിത്താലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അഗ്നിമയന്മാരായ തേജസ്സിലുള്ള ഗണങ്ങളോടുകൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാനും ശിശുക്കളോടും ബാലന്മാരോടും ഒരുമിച്ച് ഉന്നതിൽ ഓശാന നൃത്യത്തിൽ പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. തന്നെ പ്രദക്ഷിണമാണ് ഈശോയെ ഓശാനയിൽ എഴുതേണ്ടതായ ജെറുസലേമിലെ ആ ഗണത്തിന്റെ കൂടെ നമുക്കറിയാവുന്നതുപോലെ ജെറുസലേമിലെ ഈശോയെ എഴുതേറ്റ വ്യക്തികൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടിയിട്ടാണ് എഴുതുന്നത്. കാരണം അവർ കാണുന്നത് ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടു, രാസങ്ങൾ ഉയർപ്പിക്കുന്നതായ കാര്യങ്ങൾ കണ്ടു. ഇങ്ങനെ ഒത്തിരി നമ്മുടേതായ അവർ പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം റോമൻ സാമ്രാജ്യത്തിന് അവരെ രക്ഷിക്കുന്നതിനായ വലിയ ഒരു വീരപരാക്രമിയായ ഒരു രക്ഷകനെ പ്രത്യേകമായി പ്രതീക്ഷിച്ചിരിക്കുന്നു. നമ്മൾ ഈ അവസാനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്ന കാണാനായിട്ട് പോകുന്നത് ഈശോയുടെ പീഡാനുഭവം. ആ ജനങ്ങൾക്ക് അത് കാണാനുള്ള ഒരു ആഗ്രഹമില്ലായിരുന്നു. ചിലപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് പങ്കെടുക്കായിരുന്നു. നമ്മളിന്ന് ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈശോയുടെ രക്ഷാകരമായ പീഡാനുഭവത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നതായ അതിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതായ ഒരു ഓർമ്മ. നമ്മുടെ അനുദിന ജീവിതത്തിലെ സാഹചര്യങ്ങളെയും പ്രയാസങ്ങളെയും വേദനകളൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നേരിടാനായിട്ട് സാധിക്കട്ടെ പ്രാർത്ഥിക്കാം. ആദ്യം പുരുഷന്മാർ അനുശേഷം സ്ത്രീകൾ പരിചയപ്പെടുന്ന വാങ്ങി ഇഷ്ടമായ ഫേസ്ബുക്കിൽ നോക്കാം. പുറത്തോട്ട് പോകുന്നില്ല. കുരുത്തോലെ വിതറാനായിട്ടുള്ളതായ കുഞ്ഞുങ്ങൾ ശുശ്രൂഷയുടെ തൊട്ട് മുമ്പാകെ അതായത് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞ ശേഷം മാത്രം ഈ കുരുത്തോല പൂക്കൾ കൊണ്ടുവന്നിരിക്കുന്നതായ കുട്ടികളെ ശുശ്രൂഷയുടെ തൊട്ട് മുമ്പിലായിട്ട് കണ്ടിടാനായിട്ട് പോകാനായിട്ട് ക്രമീകരിക്കുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും. എന്നിട്ട് താഴെ you have to throw the flowers when we are singing Hosanna. Okay? Those who throw the flowers. So let it.
ലോകത്ത് ജീവന് ലക്ഷ്യം അറിയിച്ച വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അറിയാവുന്ന ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷകനുമായ അവസാനത്തിന് നാൾ ഇപ്രകാരം സംഭവിച്ചു. അവർ ജെറുസലേമെ സമീപിക്കുകയായിരുന്നു. ഒലിവുമലയ്ക്ക് സമീപമുള്ള ബത്ഫാഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുകയും അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുകയും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, അതിനെ കൊണ്ടുപോകുവാൻ അവർ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അതിന്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. വളരെ പേർ തിരുവീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വായിരുന്ന പച്ചിലക്കൊമ്പുകൾ മുറിച്ചു നിരത്തി. അവന്റെ മുമ്പിലും പിമ്പിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു. ചെറുതരുന്നായ ഓരോ പാഠത്തിന്റെ അവസാനം ഹോശാന ചൊല്ലി തരിക. ഒരുമിച്ച് ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗമാകുന്ന രാജ്യം അനുഗ്രഹീതം. ഹോശാന ഹോശാന.
നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗമാവുന്ന രാജ്യം അനുഗ്രഹീതം. അവൻ ജെറുസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി ചുറ്റും നോക്കിയെല്ലാം കണ്ട ശേഷം നേരം വൈകിയിരുന്നതിനാൽ 12 പേരോടുകൂടി ബഥാനിയിലേക്ക് പോയി. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. നമ്മളിങ്ങോട്ട് പ്രദക്ഷിണമായിട്ട് പോകുന്ന പോലെ തന്നെ തിരികെ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. അതിനുശേഷം സ്ലീബാഘോഷം, അതിനുശേഷം വിശുദ്ധ കുർബാന. യെരൂശലേമിലെ ലോകത്തിൻ്റെതായ 4 ഭാഗങ്ങളെയും ആൾക്കായി കർമ്മത്തിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ വലിയ വാനവനായ ദൈവമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ രക്ഷിക്കനാവണം, ബലവാനെ രക്ഷിക്കനാവണം, മറ്റാർക്കും രക്ഷിക്കനാവണം, പ്രാഥമിക ഉത്സാഹം പ്രാഥമിക തൊഴിലാണ് ചെയ്യുന്നതായിരിക്കും. മാലാഖമാരെ വാഴ്ത്തുന്നു, അവനെ തന്നെ ഞങ്ങളും വാഴ്ത്തുന്നു. ഔമാലാഖേ മസംതില്ലേ അവനെ തന്നെ ഞങ്ങളും വാഴ്ത്തുന്നു.
പരിശുദ്ധനെന്ന് പാടിയാരെ സ്തുതിക്കുന്നുവോ അവനെ തന്നെ ഞങ്ങളും സ്തുതിക്കുന്നു. അപേക്ഷിക്കുന്നു. ഭക്തിമാരാർക്ക് ഹല്ലേലൂയ പാടുന്നു. അവന് തന്നെ ഞങ്ങളും ഹല്ലേലൂയ പാടുന്നു. ആത്മഭയന്മാരെ പ്രകീർത്തിക്കുന്നു. അവനെ തന്നെ ഞങ്ങളും പ്രകീർത്തിക്കുന്നു. അവനെ തന്നെ ഞങ്ങളും ആരാധിക്കുന്നു. നിന്നോട് അപേക്ഷിക്കുന്നു. സ്ലീപ് ആഘോഷിക്കുമ്പോൾ സമയത്ത് സാധാരണ കുരിശു വരയ്ക്കാറ് സാധാരണ മഹത്വപ്പെടുത്തുന്നു. അവനെ തന്നെ ഞങ്ങളും മഹത്വപ്പെടുത്തുന്നു. മധ്യഭാഗത്തുള്ളവർ ആരെ പുകഴ്ത്തുന്നു അവനെ തന്നെ ഞങ്ങളും പുകഴ്ത്തുന്നു. അവനെ തന്നെ ഞങ്ങളും ആഘോഷിക്കുന്നു. അപേക്ഷിക്കുന്നു.
അനുഗ്രഹിക്കണമേ. മോരൻ കാവൽ തെറ്റുമെത്താൻ വാസരാവോ താൽസരാ ആവേലാ. ദൈവമേ കൃഷ്ണാവേ നിനക്ക് സ്തുതി. ശുഭഭൂരോ ഞങ്ങളുടെ പിതാവേ നിനക്ക് സമാധാനം. ശുശ്രൂഷകൾ ഇവിടെ പൂർത്തിയാക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളിരിക്കുന്നതായ families you can keep it back, and when you leave the church, when you are going home, you can take it. അല്ലെങ്കിൽ നിങ്ങൾ വാഴ്ചതായ വാങ്ങിച്ച് തിരിച്ചു വയ്ക്കുക. എന്നിട്ട് തിരികെ അവർക്ക് വീടുകളിൽ പോകുന്ന സമയത്ത് തിരികെ കൊണ്ടുപോകാം. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർപ്പിക്കണം. മുതിർന്നവരും വാങ്ങിച്ച് വയ്ക്കേണ്ടവരും ഓർപ്പിക്കണം. നമ്മൾ വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മാർച്ച് 25 ബർത്ത്ഡേ ആഘോഷിക്കാൻ ചാമ പ്ലാമോട്ടിൽ, മാത്യു പ്ലാമോട്ടിൽ. മാർച്ച് 25 ഫീസ് ഡേ സിസ്റ്റർ മറിയം. 26 ബർത്ത്ഡേ രാജീവ് പ്ലാമോട്ടിൽ. 27 ബർത്ത്ഡേ പ്രഹാം പാർലിപ്പിടിയിൽ. 30 ബർത്ത്ഡേ ജോൺസ് മാറ്റിൽ. അത്രയും പേരെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്നവരെ ഇന്ന് നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് ഹോളി വീക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഈ ആഴ്ചയിലെ എല്ലാ ശുശ്രൂഷകളും നമുക്ക് അനുഗ്രഹമാകണമെന്ന് എന്നുള്ളതായ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ ജീവിതമായ വിശുദ്ധി സഭയ്ക്ക് മുൻകൂടെ യോഗ്യനാകട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. Ah
ഞങ്ങൾക്ക് വേണ്ടി ഓടപേക്ഷിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. Yeah.
വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്നും പാറയ്ക്കുമോർ ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ എന്നെ തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലിയുമായി സിംഹാസനത്തിന്റെ മുമ്പിലും കുഞ്ഞാടിന്റെ മുമ്പിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റുനിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും പ്രദർശനയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പറയുമോ? were broken off, and you being a wild olive tree, were grafted among them, and with them being a partaker of the root and fatness of the olive tree. Do not boast against the branches, but if you do boast, remember that you do not support the root, but the root supports you. You will say then, branches were broken off, that I might be grafted in. Well said, because of unbelief they were broken off. And you stand by faith, do not be haughty, but fear. For if God did not spare the natural branches, he may not spare you either. Therefore, consider the goodness and severity of God. On those who fell, severity, but towards you, goodness if you continue in his goodness. Otherwise, you also will be cut off. And they also, if they do not continue in unbelief, will be grafted in, for God is able to graft them in again. For if you were cut off the olive tree, which is wild by nature, and were grafted contrary to nature into a cultivated olive tree, how much more will these who are natural branches be grafted into their own olive tree? Hallelujah.
വായിക്കപ്പെടുന്ന കർത്താവ് വിശ്മിഷായുടെ വിശുദ്ധ വിഖ്യാതിയോന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ കാതുമോടും ഭക്തിയോടും കൂടി നാം ശ്രദ്ധിച്ചു കേൾക്കണം. വിശുദ്ധയോനാം ശ്രീകഴുതിയ സുവിശേഷത്തിൽ ശരീരമെടുത്തവനും ദൈവത്തിന്റെ ജീവനഭദ്രവും കർത്താവും ദൈവരക്ഷകനുമായ യേശുമിശിഹായുടെ രാജകീയ പ്രവേശനാളിൽ ഇപ്രകാരം സംഭവിച്ചു. അടുത്ത ദിവസം തിരുനാൾ വന്നു കൂടി ഒരു വലിയ ജനക്കൂട്ടം യേശു ജെറുസലേമിലേക്ക് വരുമെന്ന് കേട്ട ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ട് അവനെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു. അവർ വിളിച്ചു പറഞ്ഞു, ഹോശാനാ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനും ഇസ്രായേലിന്റെ രാജാവുമായ വാഴ്ത്തപ്പെട്ടവൻ, ഹോശാനാ യേശുവിന് കഴുതക്കുട്ടിയെ കണ്ട് അതിന്റെ പുറത്ത് കയറിയിരുന്നു. സിയോൻ പുത്രിയെ ഭയപ്പെടേണ്ട, നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല. എന്നാൽ യേശു മഹത്വം പ്രാപിച്ചപ്പോൾ അവനെ പറ്റി കാര്യങ്ങൾ എഴുതപ്പെട്ടിരുന്നുവെന്നും അവന് വേണ്ടി ഇവയെല്ലാം ചെയ്തുവെന്നും അവർ അനുസ്മരിച്ചു. ലാസ്റ്റ് മരിച്ചു ഉയർപ്പിച്ച അവസരത്തിലുണ്ടായിരുന്ന ജനക്കൂട്ടം അവന് സാക്ഷി നൽകിയിരുന്നു. അവൻ ഈ അടയാളം പ്രവർത്തിച്ചത് കേട്ടതുകൊണ്ടുകൂടിയാണ് ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. അപ്പോൾ ഫരിസേയർ പരസ്പരം പറഞ്ഞു, നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ലെന്നതാണെന്നില്ലേ? നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. വളരെ പ്രിയപ്പെട്ടവരെ, അവസാന തിരുനാളിലൂടെ ശുശ്രൂഷകൾ അവസാനിച്ചു. കുർബാനയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നതായ അത്ഭുതമുണ്ട്. ഞങ്ങൾ ഈശോയുടെ വിവിധങ്ങളായ അത്ഭുതങ്ങൾ കണ്ട് അതിൽ സന്തോഷിച്ച് യഹൂദജനം പഴയ നിയമത്തില് മർത്തിബോസിനെ എതിരേറ്റതായ ജനത്തെ പോലെ
റോമാ സാമ്രാജ്യത്തിന്റെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് കഴിവുള്ളതായ എല്ലാവിധമായ കഴിവുള്ളതായ വ്യക്തി, അനേക അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് കഴിവുള്ളതായ വ്യക്തി, മനുഷ്യനെ പോലും ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട് ശക്തിയുള്ളതായ വ്യക്തിയായിട്ട് ഈശോയെ കണ്ടപ്പോൾ അവരും പണ്ട് വിജയശ്രീലായ വന്നതായ മർക്കിബോസിനെ സ്വീകരിക്കാനായിട്ട് യഹൂദഗണം ഇറങ്ങി പുറപ്പെട്ടതുപോലെ ഇവിടെയും ഒരു ജനക്കൂട്ടം നമ്മളും ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മളും ഈ പ്രതീകമായിട്ടുള്ളതായി ഇതുപോലെയുള്ള എൻ്റെ ജീവിതത്തിലും ഈശോയെ എതിരേൽക്കാനായിട്ട് ഞാൻ നിങ്ങളും പരിശ്രമിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ വലിയൊരു ചിത്രമുണ്ട്. നമ്മുടെ ഈശോയെ എതിരേൽക്കാനായിട്ട് ഈ ഗുരുത്തോലകൾ വേണ്ടി നമ്മൾ ആ ജനക്കൂട്ടത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ അവരെ അനുസ്മരിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തതായ ജില്ലകൾ എന്ന് പറഞ്ഞാൽ ഈശോ തമ്പുരാൻ കാണിച്ചതായ സഹനത്തിൻ്റെ പാതകളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വഴി നടത്താനായിട്ട് സാധിക്കുന്നതായ ഒരു ജില്ലകളാണ് സത്യമുള്ളത്. കാരണം നമ്മുടെ മുമ്പിൽ ഈശോ തമ്പുരാൻ ചെയ്തുള്ളതായ വലിയൊരു മാതൃകയും നമുക്ക് കാണിച്ചിരുന്നതായ വലിയൊരു മാതൃകയും നിന്റെ ജീവിതത്തിലേക്ക് ഈശോയെ വിജയശ്രീലാളിതനായ ഒരു രാജാവിൻ്റെ മഹത്വത്തോടു കൂടി പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അവിടുന്ന് കാണിച്ചിരുന്നതായ മാതൃക, നമ്മുടെ പുതിയ അമ്പാകം നമുക്ക് കാണിച്ചിരുന്ന മാതൃക പോലെ ഒരു ശാന്തനായിട്ടുള്ളതായ വിനീതനായിട്ട് സാധാരണക്കാരുടെ കൂടെ ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുന്നതായ ഒരു വ്യക്തി നമുക്ക് എനിക്ക് നിങ്ങൾക്കും സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ എൻ്റെ സഹനത്തിൻ്റെ പാതകളിലൂടെ എന്നോടൊപ്പം നയിക്കുന്നതായ സഞ്ചരിക്കുന്നതായ ഈശോയെ നമ്മുടെ ഈ ശുശ്രൂഷകളിലൂടെയും ഈ ഒരാഴ്ചകളുടെ നമ്മുടെ ശുശ്രൂഷകളിലൂടെയും കണ്ടെത്താനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം. കാരണം വിജയശ്രീലാളിതനായിട്ട് മഹത്വത്തിന്റെ മാത്രം ചിത്രം കയറിയിട്ടുള്ളതായ ഒരു വ്യക്തിയെ സ്വീകരിക്കാനായിട്ട് നമുക്കൊക്കെ വളരെ താല്പര്യമാണ്. അത് വളരെ മാനുഷികമായ ഒരു ഭാവം തന്നെയാണ്. അതിലുപരിയായിട്ട് ഒരു ദൈവത്തിന്റെ ജനമായിട്ട് ഞാനും നിങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൂടെ സഹിച്ചുകൊണ്ട് കടന്നു വരുന്നതായ ഈശോയെ കാണാനായിട്ട് ദർശിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഈ സഹനത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ആ ഈശോ സഞ്ചരിക്കുന്നത് ഈശോയ്ക്ക് സഹനത്തെ എടുത്തു മാറ്റാനായിട്ട് ശക്തിയില്ലാത്തത്, മറിച്ച് ഈ സഹനത്തിലൂടെ എന്നെ പുണ്യപ്പെടുത്തുവാനായിട്ട് വിശുദ്ധീകരിക്കാനായിട്ട് ഈശോ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് സാധിക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ധൈര്യത്തോടു കൂടി ഈശോയാണ് എൻ്റെ കർത്താവ് എന്ന് ഏറ്റുപറയാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. കുരിശിന്റെ വഴിയിലൂടെ കുരിശും കൂടി ചുമന്ന് നടക്കുന്നതായ നീങ്ങുന്ന ഈശോയെ ദർശിച്ചുകൊണ്ട് ഹോശാന എന്ന് പറയാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഏറ്റുചൊല്ലാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതാണ് അവിടെയാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാക്കുന്നതായ കാര്യം ഇത് വരും. നമ്മുടെ വിശ്വാസത്തെ അഗ്നിയിൽ പരിശോധന ചെയ്തു, സ്വർണം അഗ്നിയിൽ പരിശോധന ചെയ്യുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യുക. ഒരുപെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ത്യാഗങ്ങളും ഓരോ സഹനങ്ങളും എല്ലാം എൻ്റെ വിശ്വാസത്തിൽ എന്നെ ആഴപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്നുണ്ടോ? അതെയോ നമ്മളൊക്കെ പലപ്പോഴും അറിയാതെ ചെയ്തു പോകുന്നതായ ഒരു പരീക്ഷ, അതായത് ഈ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ട് എനിക്കെന്തിനാ അങ്ങനെയുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളതായ വിഷമമുള്ള പല സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. പ്രത്യേകമായിട്ട് ചോദിക്കാം, ഈ വിഷയത്തിൽ എൻ്റെ അനുദിന ജീവിതത്തിന്റെ കുരിശുകളെ വഹിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നതായ പ്രാർത്ഥനയിൽ നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുകൊണ്ട് തന്നെ എൻ്റെ അനുദിന ജീവിത സാഹചര്യത്തിലെ സഹനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ദൈവമേ അങ്ങയോടൊത്ത് എൻ്റെ ജീവിതയാത്ര പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിക്കണമെന്ന് ഏറ്റവും ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പുകഴ്ചയും അനശ്വര കീർത്തിയുമെല്ലാം നേരത്തും ഇടപെടാതെ എത്തിക്കുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. കാലത്തിന്റെ
യഹൂദയിൽ മറിയാമിൽ നിന്ന് ജനിക്കുകയും ബേത്ലഹേം ഓഫർത്തായി പ്രത്യക്ഷനാവുകയും യോർദാനത്തിൽ വെച്ച് പിതാവ് സാക്ഷ്യപ്പെടുത്തുകയും യോഹന്നാൻ ഏറ്റുപറയുകയും ചെയ്ത ജീവന്റെ അപ്പമായവൻ ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി ഗോകുൽത്തായി ക്രൂശിക്കപ്പെടുകയും പാതാളത്തിലേക്ക് ഇറങ്ങി ഞങ്ങളെ ഉദ്ധരിക്കുകയും മരണത്തിന്റെ അധികാരമില്ലാതാക്കുകയും രക്ഷാകരമായ ദിവസം ഞങ്ങളെ ഭരമേൽപ്പിക്കുകയും ആധ്യാത്മികമായ സമൃദ്ധഭോജനം ഞങ്ങൾക്കായി തയ്യാറാക്കുകയും അതിലേക്ക് സ്വജാതികളെയും പ്രജാതികളെയും ക്ഷണിക്കുകയും ചെയ്ത കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതി ബഹുമാനവും ആരാധനയ്ക്ക് യോഗ്യമാകുന്നു. പ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹം കാര്യം യാചിക്കണം. പരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാഭ്യാഹാലിന്റെ സംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ആദ്യം മുഴുവന്റെയും പാപങ്ങളുമായ ചുക്കുമനെ ദൈവത്തോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും പിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധി മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെയും ആത്മാക്കളെ നിന്റെ കാരണത്താൽ നിയോഗിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരണത്തിന്റെയും മാതൃയും പരിമഞ്ഞുള്ള സ്ഥിതികളിൽ കളിക്കണമേ. കർത്താതി കർത്താവ് മാതൃനാഥനുമായ രാജാവേ, ഞങ്ങൾക്ക് നോക്കി പാപപരിഹാരകരമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് തിരുമല ഞങ്ങളുടെ സഹായത്തിന് നൽകണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാ സകല കഠിനശിക്ഷകളും ഞങ്ങൾ നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാലത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങൾ ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്തിനായ യോഗ്യവും നിനക്ക് പ്രീതികരമായ ക്രൈസ്തവ പോലത സൗജന്യമായി ഞങ്ങൾക്ക് നൽകണമേ. സമാധാനത്തിനുള്ള നല്ലതിനായി ഞങ്ങളെല്ലാവരെയും മനോരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. സർവശക്തനായ കർത്താവേ, പാപികളായ നീ ധൂപം കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ ബലിപീഠത്തോട് ഞങ്ങളെ അടുപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് നിന്റെ അപരാധങ്ങൾക്ക് വേണ്ടി ആത്മീയാഗങ്ങളും കാഴ്ചകളും കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യതയായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഉത്തമനായ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ സംരക്ഷിച്ചിരിക്കുന്ന ഈ കാഴ്ചകളിലും വിശ്വാസലാം ദിനത്തിന്മേൽ ഞങ്ങൾക്ക് താമസിക്കണമേ. അവരോട് നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നാം പ്രാപിക്കുമാറാകട്ടെ. പാപിയുമായി ദാസനേറ്റ് പറയുന്നു, പരിശുദ്ധനായ പിതാവ്, പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ, പരിശുദ്ധൻ, പരിശുദ്ധം നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും പിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും പരിശുദ്ധരുടെയും വിശുദ്ധാസകല മക്കളുടെ വിശ്വാസമായ സകലവരുടെയും ആത്മാക്കളിൽ രണ്ട് ലോകങ്ങളും ഏകമത്സരത്തോട് കരുണ ചെയ്തുകൊണ്ട് പാപിയാദാസനയാകട്ടെ ശുദ്ധീകരിക്കുന്നവൻ ഘോഷിക്കപ്പെടുന്നു. നാമനാവുന്ന ഭക്തിയായി നേരിട്ടുകൊണ്ടിരുന്നു. സർവശക്തനായ പിതാവും
Barikmor Somen Carlos. കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ രക്ഷകന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. Barikmor നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധം ദൈവമായ തങ്ങൾ സമാധാനപ്പെടുത്തണം. കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ശാശ്വതമായ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ മേഘത്തെയും പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെയും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിനക്കതിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നതായ ബലിപകാരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങൾ കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രക്ഷോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കതിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ജീവനുള്ളതല്ലേ സകലത്തിന്റെ മുടിവനായ പിതാവായ ദൈവത്തിന് നമ്മെല്ലാം സമാധാനത്തിനും അർപ്പിക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹാതമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. നമുക്ക് സ്തോത്രം ചെയ്യാം. തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരുടെ വെച്ച് 3 പ്രാവശ്യം ഉച്ചത്തിൽ പ്രകാരം പറഞ്ഞുകൊണ്ട് നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പാപമില്ലാത്തവനായ താൻ പാപികളാൽ നമുക്ക് വേണ്ടി നിർദ്ദേശപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ പരിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് പിതാവായ ദൈവമേ നിന്നെ കാണിച്ച സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് തെറ്റിരാതന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. വാങ്ങി ഭക്ഷിക്കുകയും ഇത് എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചന നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരമത്താത്തിന് ശേഷം നീങ്ങി വെള്ളം കലർത്തിയ താസായതെടുത്ത് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് ശിഷ്യരാകട്ടെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ട് അവിടെ ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങിയിരുന്ന് പാലം ചെയ്തേ. എന്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിന്റെ ജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. ഈ രഹസ്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഞാൻ വരുന്നവരെ എന്റെ മരണത്തിന്റെ ഓർമ്മ നിങ്ങൾ അനുഷ്ഠിക്കുകയിരുന്നവൻ അരുളി ചെയ്തു.
കൊണ്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ നീതിപൂർവമായ നിന്റെ വിധിയുടെ വലിയ ദിവസത്തിൽ ഞങ്ങളുടെ പാപനിമിത്തം ഞങ്ങൾ അസ്ഥിക്കരയായി തീരരുതേ. അഗ്നിസമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നതിനോ അതിന്റെ വിലകളാൽ വർദ്ധിക്കപ്പെടുന്നതിനോ ഞങ്ങൾക്കിടയാകരുതേ. ഞങ്ങളെ അവകാശികളും ദണ്ഡനങ്ങൾക്ക് വിധേയമാക്കി തീരുകതേ. ഞങ്ങൾ അന്ധകാരവാസികളോ ഉത്കണ്ഠ നിറഞ്ഞവരോ ഭയങ്കര സ്ഥലങ്ങളിൽ വസിക്കുന്നവരോ നിന്റെ രാജ്യത്തിനോ നിന്റെ സഹവാസത്തിൽ ചോദിക്കപ്പെട്ടവരോ ആയി തീരുന്നേ. പിന്നെയോ നിന്റെ വിരുന്നിൽ പരിചാരകളോട് ക്ഷണിക്കപ്പെട്ടവരോട് കൂടെ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയെ പ്രവർത്തിക്കുന്നതോടെ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനനും പാപികളുമായ നിന്റെ ദാസനെ നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെ കുറിച്ചും സകലത്തിന് വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യം ഭക്തി ജനപൂർവമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. കർത്താവേ, എന്നോട് തിരുമരണമേ, ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവിയപ്പത്തെ ഞങ്ങളുടെ ദൈവമായ നിത്യായവേ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. അവനെ കാപ്പായതേ വിശ്വത്തെ ഞങ്ങളുടെ ദൈവമായ നിത്യായവേ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. തിരുശരീരങ്ങളും എല്ലാവർക്കും വ്യവകടങ്ങളുടെ പരിഹാരത്തിനായിത്തീരെയും അവനിത്യ ജീവൻ അവകാശങ്ങളാകുകയും ചെയ്യണമേ. ഞങ്ങൾ നനേക്കതിന്റെ ഏകജാതിര പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നമ്മുടെ സഭയിലെ more and more Basilius, Lord of Cremies, Father of Medium, our Melkatakaran, Aguman, Saviors, Mutpatakradium, Satishas, Layat, Spokamarkadium, Kashishan Marshal Marshal, Teraka, Medium, Prisia Savamuran Medium, Pitanam, Prakram. ശാന്തിയും സമാധാനം നൽകണമേ. സത്യോപദേശിയായി പഠിപ്പിക്കുന്നതിനെ സഭകളും സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ യാതൊരു പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നമ്മുടെ സഹോദരന്മാർ വേണ്ടിയും പ്രത്യേകിച്ചപ്പോൾ പരീക്ഷണം നിൽക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും ലോകത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും ആശ്വാസവരെയും അവരെ സഹായിക്കുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. പ്രതികരികൾക്ക് വേണ്ടിയും നായകത്തിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശത്രുവിനെയും അവന്റെ പൂരവാഴ്ചയും നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ദേവമാതാവുമായ മറിയമിനെയും ദിവ്യന്മാർ, സ്ത്രീഹന്മാർ, പ്രാസംഗികർ, ഏവെങ്കിൽസന്മാർ, ശ്രദ്ധന്മാർ, യാദവന്മാർ എന്നവരെ നാം ഓർക്കണം. അവിടെ ശേഷം നമുക്ക് കോട്ടയായിരിക്കണം. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം.
പരിപാലിച്ചുള്ള ഞങ്ങളെ ചേർക്കണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. അംഗീകരിക്കപ്പെട്ട മാതാന്മാരെയും നാം ഓർമ്മിക്കണം. അവിടെ പ്രാർത്ഥന നമുക്ക് ഇരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. അതിന് വ്യതിചലിച്ച ശിക്ഷാർഹരാകുന്നതിന് ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ തന്നെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. സത്യവിശ്വാസത്തിൽ മരിച്ച് നമ്മളെ വേർപെട്ടുപോയ സഹോദരിയെ നാം ഓർമ്മിക്കണം. കടങ്ങളെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർക്കുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കൂടെ ഏറ്റുചൊല്ലണം. ശരീരമായിരിക്കുന്നു. അവൻ ഞങ്ങൾക്ക് പൗർണ്യം കരുണയും പാപമോചനം ലഭിക്കുവാനായി അവനെ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളെല്ലാവരെയും ക്രൈസ്തവമായ യോഗ്യരാക്കണമേ. സർവാധികവും സമ്പൂജ്യമാകുന്ന നാം നിലവത്താവേശിയുടെ പരിശുദ്ധാത്മാവിന്റെ നാമത്തോടുകൂടെ സകലത്തിന് പ്രകാരം ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിക്കപ്പെട്ട് തുകട്ട് വിടുമാറാകണമേ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനാഥന്റെ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച ഹൃദയത്തോടുകൂടി ഉച്ചത്തിൽ ചൊല്ലുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സംരക്ഷിക്കണം.
തികഞ്ഞ വിധത്തിൽ ഞങ്ങൾ തെറ്റിയവർക്ക് നീ വിമോചകനായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അടുപ്പിക്കപ്പെട്ട രക്ഷിതരെ കൈക്കൊടുത്തതിന് മുമ്പ് കരുതലൊക്കെ കാണുമ്പോൾ നാം തലകുനിക്കണം. ശരീരത്തിൽ അനുഭവിക്കുവാനായി നോക്കി പാർക്കുന്നത് നിന്റെ ഇടവകയിലെ ആടുകൾ നിന്റെ വലത്തും ആവശ്യത്തിൽ അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിരക്കുന്നതിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും മാറ്റമില്ലാത്തതും വന്നിക്കിടകളും സാരാംശത്തിൽ സമൂഹമായിരിക്കുന്ന പരിശുദ്ധാതൃത്വത്തിന്റെ കൃതിയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിയോട് നാം സൂക്ഷിക്കണം. ജീവനുടെ പരിശുദ്ധ നമ്മോടുകൂടെ. ദേവസുരന്മാരാവാൻ Thank you.
നിന്റെ വില തീർത്തുന്ന ദാസരിലേക്ക് പുണ്യങ്ങളാകണമേ. പരിഹാരത്തിനും പാപങ്ങളും മോചനത്തിനും സ്വീകരിക്കുന്ന ആരാധയുടെ സംഘത്തെ ആശീർവദിക്കണമേ. വഹിച്ചിരിക്കുന്നവരും കൊടുക്കുന്നവരും കൈക്കൊടുന്നവരും ഉണ്ടായിരിക്കുന്നവയിൽ താല്പര്യവും സംബന്ധിച്ചെല്ലാവരും പരിശുദ്ധാത്വത്തിന്റെ അനുഗ്രഹങ്ങൾ രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
പിന്നെയോ ഞങ്ങളെല്ലാവരും ജീവനെ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം നമ്പ്രാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ ആത്മിക വിരുന്ന് വഴി സന്തുഷ്ട ഞങ്ങളെല്ലാവർക്കും പുണ്യവും ഭാഗ്യാനുഭവവും നൽകണമേ. ഞങ്ങൾ നിനക്ക് യാതൊരു പരിശുദ്ധാത്മാവനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗം നിറങ്ങി വരികയും ഞങ്ങൾക്ക് അനശ്വരഭക്ഷണമായി തീരുകയും ചെയ്ത സത്യത്വമായ മിശിഹാതമ്പുരാനെ, ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കലാത്താത്മ്യം ചാകാത്തപ്പെടുത്തുന്നു കാത്തുവിടണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ശക്തിയുവാക്കൾക്കേകിടണമേ വീര്യം നൽകി സൗമ്യതയുള്ളോരാക്കി തീർക്കുക നാരികളെ. ശിശുബാലകരെ പോഷണമേകി പാലിക്കേണമേ. ദൂരസ്ഥ സമീപസ്ഥ പരിശോധന ജീവിക്കുന്നവരെ കർത്താവിന്റെ ജയമുള്ള സ്ത്രീവായ ഈ തൃപ്തിയുടെ അടമതിരിക്കുകയും കുറ്റം ക്ഷമിക്കുകയും മരിച്ചുള്ള ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഭാവിമായ ദാസന പ്രാർത്ഥനകളെ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്തോടെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. Almighty and everlasting Father, we thank you and praise you for having blessed us with the gift of the Christian faith. You made us a chosen people, a royal priesthood, a holy nation, and a people belonging to you through your Son and our Lord Jesus Christ.
Lord, help us ever grow in this faith and enable us to be your witnesses to the ends of the earth through the power of the Holy Spirit. Your divine providence makes us serve you through the Siramondo Catholic Church and through the specific mission entrusted to our church in North America. Grant that we may be faithful to your teachings, our Holy Fathers, and your oracles, and make us instruments of peace and unity. We particularly pray for the Holy Catholic Church, the guardian of the Catholic faith, for all the missionaries who work for the establishment of the kingdom of God. May their work bear fruit so that the whole humanity may